ഹായ്, ഞാൻ ഷാലി. എല്ലാവർക്കും ഷാലോസ് മിസ്റ്റിക്കൽ റോസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗാർഡൻ ടൂർ ആയാലോ? അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് അമർത്തി ഓൾ ആക്റ്റീവ് ആക്കിയിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ജോബിച്ചേട്ടൻ്റെയും ഡിനിയുടെയും വീട്ടിലാണ്. ഈ വീട് ഇരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാഞ്ഞൂരടുത്ത് വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്താണ്. ഇവിടെ ഡിനിക്കും ജോബിക്കും രണ്ട് മക്കളാണുള്ളത്, രണ്ട് ആൺമക്കളാണ്. പിന്നെ ജോബിച്ചേട്ടൻ്റെ പ്രായമായ അമ്മച്ചി കിടപ്പിലാണ്. ജോബിച്ചേട്ടൻ നല്ലൊരു കർഷകനാണ്. ഡിനി നല്ലൊരു ഡാൻസറാണ്, ഫാഷൻ ഡിസൈനറാണ്. പിന്നെ നന്നായിട്ട് ബോട്ടിൽ വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യും. ഒത്തിരി ബോട്ടിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്, സെയിലും ഉണ്ട്, ബോട്ടിൽ വർക്കിന്റെ ഒക്കെ സെയിലും ഉണ്ട് ഇവിടെ. അപ്പൊ ഈ തിരക്കിന്റെയൊക്കെ ഇടയിലും ഇവർക്ക് ഇത്രയും ചെടികൾ എല്ലാം ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ വീട്ടിലെ ദമ്പതികളാണിത്, ജോബിച്ചേട്ടനും ഡിനി. ജോബിച്ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ജോബിച്ചേട്ടാ, ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ കൃഷിയുടെ അത്യാവശ്യം ജാതിയും റബ്ബറൊക്കെ ഉണ്ട്, അപ്പൊ ജോബിച്ചേട്ടനാണോ റബ്ബറൊക്കെ വെട്ടണേ? റബ്ബർ വെട്ടണത് ഞാനല്ല, റബ്ബർ വെട്ടുകാരനാണ്. ഞങ്ങൾ പാലെടുത്ത് ഉറവൊഴിക്കും, ഷീറ്റടിക്കും, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അതിനകത്ത് ഗ്യാപ്പ് കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ ഈ ചെടിയുടെ പരിപാടി ചെയ്യണേ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്യണേ. അപ്പൊ രാവിലെ എത്ര മണിക്കൊക്കെ എണീക്കും? രാവിലെ നിങ്ങൾക്ക് ഇത്രയും ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ, എനിക്കറിയാം പ്രായ അമ്മച്ചി ജോബിച്ചേട്ടൻ്റെ അമ്മച്ചി കിടപ്പിലാണ് ഇവിടെ. അതിന്റെ ശുശ്രൂഷ എല്ലാം ചെയ്യണം, ഈ ചെടികളുടെ ഇതെല്ലാം ചെയ്യണം. അപ്പൊ എത്ര മണിക്ക് എണീക്കും നിങ്ങൾ രാവിലെ? രാവിലെ ഞങ്ങൾ 5 മണിക്ക് എണീക്കും. അപ്പൊ രാവിലെ എണീറ്റിട്ട് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ മിക്കവാറും മണ്ണെന്തെങ്കിലും റെഡിയാക്കി ഞങ്ങള് ചെടി നടലാണ് പരിപാടി. അത് കഴിഞ്ഞ് 7 മണിക്ക് കുർബാനയുണ്ട്, കുർബാന കാണും. അത് കഴിഞ്ഞ് പിന്നെ ജാതിക്കായ വറക്കാൻ പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടികൾ. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും 5 മണിക്ക് എണീക്കും. പിന്നെ രാവിലെ തന്നെ രാവിലത്തേതായ കുറച്ച് ജോലികളുണ്ടല്ലോ. പിന്നെ അമ്മച്ചി വയ്യാണ്ട് കിടക്കാണ്, അപ്പോൾ അമ്മച്ചിയുടേതായ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, മക്കളുടെ കാര്യങ്ങൾ. അപ്പം നമുക്ക് സമയം കിട്ടാറില്ല എനിക്ക്. അപ്പോൾ ജോബിച്ചേട്ടനൊക്കെ നനയ്ക്കും, രാവിലെ എഴുന്നേറ്റ് നനയ്ക്കലും കാര്യങ്ങളൊക്കെ ജോബിച്ചേട്ടൻ നോക്കിക്കോളും. പിന്നെ ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ വെട്ട് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ജാതിക്കയുടെ സീസണൊക്കെ ആണെങ്കിൽ ജോബിച്ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് പോവും. അപ്പോൾ ഞാൻ തന്നെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പഴയ വീട്ടിലാണ് റബ്ബറും ജാതിക്കകളും. അപ്പോൾ അവിടേക്ക് പോകേണ്ടി വരും. ഇവിടുത്തെ അത്യാവശ്യം എല്ലാ ജോലികളും തീർത്തിട്ട് അങ്ങോട്ട് പോകാം. പിന്നെ തിരിച്ചു വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ മറ്റു ചെടികളുടെ ശുശ്രൂഷ അങ്ങനെയൊക്കെ പോകണം. ഇത് വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഈ മതിലിന് പുറത്ത് താഴെ നട്ടേക്കുന്നത് കടലച്ചെടിയാണ്. കടലച്ചെടി പിള്ളേർ കളിച്ച് കുറച്ചൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് നമ്പ്യാർവട്ട നന്നായി വെട്ടിയൊരുക്കി നിർത്തിയിട്ടുണ്ട്. ഈ മതിലിന്റെ ഒഴിഞ്ഞെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് സെറ്റ് ചെയ്യും. ഗേറ്റിന്റെ പില്ലറിന്റെ മുകളിലായിട്ട് കൊങ്ങിണിച്ചെടികളാണ് സെറ്റ് ചെയ്തേക്കണേ. മഞ്ഞയും ചുവപ്പും കൊങ്ങിണിച്ചെടികളാണ് 2 ചട്ടികളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗേറ്റിന്റെ അടുത്ത പില്ലറിൽ സെറ്റ് ചെയ്തേക്കണ വെള്ള കൊങ്ങിണിയാണ്. ഇനി നമുക്ക് അകത്ത കാഴ്ചകളിലേക്ക് പോകാം. ഇത് വീടിന്റെ ഇടതുഭാഗത്തുള്ള സ്ഥലമാണ്. ഇടതുഭാഗത്ത് നന്നായിട്ട് വെയിൽ കിട്ടണ കാരണം നന്നായിട്ട് ഈ ക്രോട്ടൺസും ഇല്ലിയൊക്കെ നന്നായി വെട്ടി ബോൾ ഷേപ്പിൽ നിർത്തിയിട്ടുണ്ട്. ഡിനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ നല്ല ബോൾ ഷേപ്പിലും പല പല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് വെട്ടിയേക്കണത് ഡിനി തന്നെയാണോ അതോ ജോബിയാണോ വെട്ടിയേക്കണേ? പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കുകയാണോ ചെയ്യണേ? ഇല്ല, പുറത്തുനിന്ന് ആരും വിളിക്കുന്നൊന്നുമില്ല, ഞാൻ തന്നെ വെട്ടണേ. അത് വെട്ടാനുള്ള കത്രികയൊക്കെ ഉണ്ട് നമുക്ക്. ആദ്യം അതത്ര ഷേപ്പോ അല്ലെങ്കിൽ നല്ല റൗണ്ടോ അങ്ങനെ ഒന്നും ആയതൊന്നുമില്ല. പിന്നെ അതങ്ങ് റെഡിയാക്കാൻ നോക്കി. അപ്പോൾ അങ്ങ് എനിക്ക് തോന്നണു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് റെഡി ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ജാതിയുടെ ഒരു കുറ്റിയാണ്. ജാതി ഉണങ്ങിപ്പോയത് വെട്ടിക്കളഞ്ഞതിന് ശേഷം അടിയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് മുകളിൽ ബക്കറ്റ് കമത്തിയിട്ട് ടെർട്ടിൽ വൈനാണ് വെച്ച് കൊടുത്തേക്കണേ. അപ്പോൾ വെയിൽ കുറച്ച് കൂടിയായിരുന്നു. ഇത്രയും നാളും മഴയൊക്കെ ആയിരുന്ന കാരണം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെയിൽ കൂടിയാറും ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വെയിലിട്ടുന്ന കാരണം ഇവിടെ കൂടുതലും പൂക്കളുണ്ടാവുന്ന ചെടികളെല്ലാം ഈ ഇടത് സൈഡിലാണ് വെച്ചേക്കണേ. ഇത് നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്ന ചെടിയാണ്. ഇതെനിക്ക് പേരറിയില്ല.
എന്താ പേരെന്നറിയില്ല. ഇത് നമ്മുടെ ബ്ലൂ ഡേയ്സ് ആണ്. ബ്ലൂ ഡേയ്സ് വെട്ടി ഒരുക്കി നിർത്തിയേക്കുന്നതാണ്. ഇനി ഉടനെ തന്നെ മുട്ടകളൊക്കെ കാണുന്നുണ്ട്. മുട്ടകൾ ഉടനെ തന്നെ പൂക്കളൊക്കെ ഉണ്ടായിക്കോളും. ഇത് ഈ ചെടികളൊക്കെ പുതിയതായിട്ട് പിടിപ്പിച്ച് വെയിലത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ. പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് അൾട്ടർനാന്ത്ര റെഡ്, നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണത്. ഒത്തിരി പ്രായമായ ഒരു മുത്തശ്ശി അടീനിയാണ്. ഇലയൊക്കെ കൊഴിച്ച് സുന്ദരി മിടുക്കിയായിട്ട് നിൽക്കുകയാണ്. ഇത് റെഡ് കളർ പൂവായിരുന്നു. ഇതിൽ ഒത്തിരി വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിത്തൊക്കെ എടുത്ത് ഡിനി പാകി ഒത്തിരി തൈകളൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയൊക്കെ കുറച്ച് ചെടികളൊക്കെ നട്ട് അതൊക്കെ മുളച്ച് വരണേ ഉള്ളൂ. വെയിലത്തേക്ക് ഇപ്പോൾ മാറ്റി കുറച്ച് ദിവസം മുമ്പ് വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ നല്ല വെയിലാണ് കിട്ടണേ. അത് കാരണം നല്ല പൂക്കളുണ്ടാവുന്ന ചെടികളും ഇതൊക്കെ ഈ സൈഡിലാണ് അവർ കൂടുതലും വെച്ചേക്കണത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ചെടി തന്നെയാണ്. നന്നായിട്ട് പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. വെയിലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നന്നായിട്ട് പൂവൊക്കെ ഉണ്ട്. മെലസ്റ്റോമയും നല്ല വെയിലത്തായതുകൊണ്ട് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഇവിടെ 4 മെലസ്റ്റോമ പല സ്ഥലങ്ങളിലായിട്ട് നട്ടിട്ടുണ്ട്. എല്ലാത്തിലും നിറച്ച് പൂവാണ് ഉള്ളത്. പിന്നെ റോസ ചെടികളൊക്കെ നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ റോസാ ചെടികളൊക്കെ നന്നായി പൂവുണ്ടായി നിൽപ്പുണ്ട്. ഈ കരിഞ്ഞു പോയ പൂക്കളുടെയൊക്കെ താഴെ വെച്ച് ഒരു 3 ഇല താഴെ വെച്ച് വെട്ടി നന്നായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂവുണ്ടായിക്കോളും എന്നാണ് ഡിനി പറഞ്ഞത്. ഇതിലൊക്കെ നിറച്ചും പൂവുണ്ട്. ഇത് നമ്പ്യാർവട്ടമാണ്. ഡിനി തന്നെ വെട്ടി നിർത്തിയേക്കണതാണ്. ഇതൊക്കെ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. നല്ല ബോൾ ഷേപ്പിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്പ്യാർവട്ടം നിറച്ച് പൂവും നിറച്ചും ഉണ്ടായിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ വെട്ടാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതും ഇവിടെയും ഒരു സ്നേക്ക് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഒത്തിരി വെറൈറ്റികളൊക്കെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇത് ഒരു അഡീനിയം തന്നെയാണിത്. ഇത് റോസും വൈറ്റും കൂടെ മിക്സ് ചെയ്ത ഒരു അഡീനിയം തന്നെയാണ് ഇവിടെ വെച്ചാണ്. ഇത് നല്ല ഒരു പ്രായമായതാണ്. ഇതിനും ഒത്തിരി വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അടീനത്തിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇതും സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് അവിടെയും വെച്ച് കൊടുത്തേക്കണേ. മറ്റേ നമ്മുടെ നമ്പ്യാർവട്ടവും പിന്നെ വേറൊരെണ്ണം നമ്പ്യാർവട്ടം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് നിർത്തിയേക്കണതാണ്. ഇത് ചെത്തിമ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മുട്ടുകളാണ് ഉള്ളത്. ചെത്തികളും കുറേ ഉണ്ട് ഇവിടെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി ചെടികളുണ്ട്. നമുക്ക് ഒറ്റ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റാത്ത അത്രയും ചെടികളുണ്ട്. എല്ലാ സ്ഥലത്തും നിറച്ചും ചെടികളാണ്. ഈ ചെടി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്താ പേരെന്ന്. ഇത് ശരിക്കും എല്ലായിടത്തും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ചെടിയാണ്. അതിലൊരു സ്റ്റാൻഡ് കുത്തി കൊടുത്തിട്ട്, ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് കുത്തി കൊടുത്തിട്ട് അതിലേക്ക് കെട്ടി നല്ല പൊക്കത്തിൽ വെച്ചേക്കുകയാണ് അത്. ഇത് അടുത്തൊരു നമ്പ്യാർവട്ടാണ്. ഈ സൈഡിൽ മുഴുവൻ ഇങ്ങനെ ഷേപ്പ് ചെയ്ത ചെടികളാണ് നട്ടേക്കണേ. ഇവിടെ ഒരു കറ്റാർ വാഴച്ചെടി നട്ടിട്ടുണ്ട്. നല്ലൊരു കളക്ഷൻ ഉണ്ട് കറ്റാർ വാഴയുടെ ഇവിടെ. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലും സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഒത്തിരി ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക്
നമ്മൾ നേരത്തെ കണ്ട അടീനിയത്തിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചേക്കുന്നതാണ് ഇവിടെ. ഇത് തണലത്ത് മാറ്റി വെച്ചേക്കാണ്. നന്നായി പിടിച്ചു വന്നിട്ട് വേണം വെയിലത്തേക്ക് മാറ്റി വെക്കാനായിട്ട്. ഇത് വീടിൻ്റെ വലതുഭാഗത്ത് മതിലിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഇവിടെ 3 തട്ടുള്ള ഇരുമ്പിൻ്റെ സ്റ്റാൻഡിൽ മുഴുവനും ഇലച്ചെടികൾ തന്നെയാണ് വെച്ചേക്കണത്. ഈ വീടിന് വിശാലമായിട്ടുള്ള ഒരു മുറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ പല പല സെക്ഷനായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് ചെടികളൊക്കെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. തിരിഞ്ഞാലും ചെടികളാണ്. ഇത് വീടിന്റെ ഇടത് ഭാഗത്തുള്ള മതിലാണിത്. ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ ആണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഡിനി തന്നെയാണോ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കണത്? ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ജോബി ചേട്ടനാണ് സെറ്റ് ചെയ്തത്. വെർട്ടിക്കൽ ഗാർഡൻ ജോബി ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതിൻ്റെ ചട്ടികളും ചെടികളും എല്ലാം ചെയ്തതെല്ലാം ജോബി ചേട്ടനാണ്. ഞാനൊരു എന്താ പറയുക ഒരു മൈനർ പോർഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജോബി ചേട്ടനാണ് അതെല്ലാം റെഡിയാക്കി ഇടയ്ക്കൊക്കെ വെട്ടി എന്നൊക്കെ റെഡിയാക്കി എടുക്കുന്നതെല്ലാം ജോബി ചേട്ടൻ തന്നെയാണ്. ഈ മനോഹരമായ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് അധികം ചിലവൊന്നും വന്നിട്ടില്ല. അതിലുപയോഗിച്ചേക്കണ ചെടി നടാൻ ഉപയോഗിക്കുന്ന കപ്പ് മാത്രമാണ് ഇവർ പുറമേ നിന്ന് വാങ്ങിച്ചേക്കണത്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ചെടികളെല്ലാം ഇവിടെ തന്നെ ഉള്ള ചെടികളാണ്. ഇതിൽ നടാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും അരേലിയയും സിങ്കോണിയും പിന്നെ അൾട്ടർനാന്ത്രയുടെ വിവിധ തരത്തിലുള്ള ചെടികളുമാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ആ നെറ്റാണെങ്കിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പഴയ വീടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ നെറ്റ് അടിച്ചേക്കുന്നത്. ഇനിയും ഇവിടെ ഒത്തിരി ചെടികളൊക്കെ കാണിക്കാനുണ്ട്. നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ കാർ പോർച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഒരു കാർ പോർച്ച് ഉള്ളത്. ആ കാർ പോർച്ചിൻ്റെ 4 വശത്തും നല്ല വിവിധങ്ങളായിട്ടുള്ള നല്ല വെറൈറ്റി ഹാങ്ങിങ്സുകളൊക്കെയാണ് ഉള്ളത്. അത് നമുക്ക് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വീടിൻ്റെ അകത്ത് ഒത്തിരി ചെടികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിനി നന്നായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. പല തരത്തിലുള്ള മെറ്റീരിയലുകൾക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ബോട്ടിൽ ആർട്ടുകളാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കണേ. അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. ആ ഹൈലൈറ്റിൽ മാത്രം ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി വലുതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊന്നും ഉൾക്കൊള്ളിക്കാത്തത്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയും ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഈ ബോട്ടിൽ ആർട്ടിൻ്റെയും പിന്നെ നമ്മൾ വളപ്രയോഗവും ഇതൊന്നും പറഞ്ഞിട്ടില്ല. പരിചരണവും വളപ്രയോഗവും മരുന്നുകളുടെ കാര്യമൊന്നും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.